ശോഭാസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇഞ്ചിപ്പുളി വയ്ക്കാം. നമുക്ക് ഇത് അരിഞ്ഞിട്ട് വരാം. ചെറുതായി കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളകും കുഞ്ഞാക്കി അരിഞ്ഞെടുക്കണം. നമുക്ക് അരിഞ്ഞിട്ട് വരാം. കുറച്ച് പുളി വെള്ളത്തിലിടാം. ഇത്ര പുളിയുണ്ട് കേട്ടോ. ഒരു ചെറുനാരങ്ങേൻ്റെ വലിപ്പത്തിലുള്ള പുളിയുണ്ട്. നമുക്ക് വെള്ളത്തിലിടാം. ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. വേഗം പുളി അലുത്ത് കിട്ടാൻ എളുപ്പമാകും. നല്ല ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. കണ്ടോ, അതിപ്പോൾ തന്നെ ഇതാ കുതിർന്നു തുടങ്ങി. കണ്ടോ, അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. നമുക്കിതാ ഉലുവ അങ്ങോട്ട് ഇടാം. ഉലുവ നമുക്ക് കുറച്ച് പൊടിച്ചും കൂടി ചേർക്കണം. പിന്നെ ഇപ്പം നമുക്കിത് ഉലുവ ഇടാം. പിന്നെ വറുത്ത് പൊടിച്ച് ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കണം. ഓക്കെ, 2 മണി കടുകും കൂടി ഇടാം. അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ. കടുവ ഇടുകയും നല്ലോണം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങളാണ്. ഇത് ഇത്രയും പച്ചമുളക്, ചുവന്ന മുളക്, ഇതെല്ലാം ഇടില്ല, കുറച്ച് കരിയാപ്പില. നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് മുളക് കുറച്ചങ്ങോട്ട് ഇടാം. 2 കരിയാപ്പില ഇടാം. കരിയാപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് മുളകിടാം. ചുവന്ന മുളക് ഇട്ടു. ഇനി നമുക്ക് മുളക് ഇടാം. നമുക്കിതൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇടേണ്ടത് ഇഞ്ചി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ. ഇത്രയും പൊടിയാക്കി അരിഞ്ഞു. ഉണ്ടോ, കുരുകുരുന്ന് അരിഞ്ഞത്. ഇങ്ങനെ തന്നെ അരിയണം. ഇങ്ങനെ അരിഞ്ഞാലാണ് അത് നല്ലോണം വാടി കിട്ടുള്ളൂ. പച്ചമണം മാറണം. ഇതിൻ്റെ ഉള്ളെല്ലാം വേവണം. അപ്പം നമ്മൾ ഇത്രയും കുഞ്ഞാക്കി അരിയണം. ഇനി നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇടാം. ഞാൻ എൻ്റെ രീതിയിലാണ് കേട്ടോ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത്. പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് വേറെ ആൾക്കാർ പല ഇതിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ കിച്ചണിൽ. ഇതൊന്ന് വാടണം.
എൻ്റേതായ രീതിയിൽ 2 സൈസിൽ 2 ഐറ്റം, ഈ ഒരു ഐറ്റം തന്നെ 2 സൈസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഇഞ്ചി ഇതൊന്നും വാട്ടില്ല. പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ എരിഞ്ഞിട്ട് ഇതേപോലെ ചട്ടിയിലേക്ക് ഇടും. അതിലേക്ക് തന്നെ അന്നേരം തന്നെ പുളി പിഴിഞ്ഞൊഴിക്കും. പിന്നെ ഇതിന് വേണ്ട മല്ലിപ്പൊടി, പുളി, ഈ ഉലുവ വറുത്ത് പൊടിച്ചാണ് ഇടുക. അപ്പോൾ ഇപ്പോൾ ഉലുവ ഇടില്ല. അങ്ങനെ വയ്ക്കാം. അങ്ങനെ ഞാൻ വെക്കലുണ്ട്. അത് എന്നിട്ട് ആ വെള്ളം ഈ ചട്ടി പറയും പോലെ ഈ ചട്ടിക്കകത്തൊരു 3/4 ചട്ടി വെള്ളം അങ്ങ് വയ്ക്കും. അത് വറ്റി 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 കുറച്ചാകുമ്പോൾ കുറച്ച് ശർക്കര ഇട്ടിട്ടാണ് വയ്ക്കുക കേട്ടോ. നമ്മളിതെല്ലാം അടുപ്പത്ത് ഈ പൊടിയൊക്കെ വാട്ടാതെ ഇടുക. പുളിവെള്ളത്തിലേക്ക് തന്നെയാണ് ഇതെല്ലാം ഇടുക. പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, പിന്നെ പച്ചമുളക്, ചുവന്ന മുളക്, 2 കരിവേപ്പില എല്ലാം കൂടി ഇട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ച് അടുപ്പത്ത് വെക്കും. മുളക് പൊടി ഇടും. 2 സ്പൂൺ മുളക് പൊടി ഇടും. 1 സ്പൂൺ മല്ലിപ്പൊടി ഇടും. അതെല്ലാം കൂടി ഇട്ട് ഈ പച്ചമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി മതി. എന്നിട്ട് അതെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് തിളച്ച് വറ്റി വരുമ്പോൾ ഉണ്ടല്ലോ, അത് വേറൊരു ടേസ്റ്റാണ്. ശർക്കരയും കൂടെ ഇട്ടിട്ട് വറ്റി വരുമ്പോൾ ഇതും ഇഞ്ചിപ്പുളി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെച്ചാലും നല്ലതാണ്. ആദ്യമൊക്കെ അങ്ങനെയാണ് വയ്ക്കുക. ഇപ്പോൾ ഒന്ന് ഇങ്ങനെയൊന്ന് വെക്കാം. അപ്പോൾ 2 സൈസിൽ നമുക്ക് ഇഞ്ചിപ്പുളി വയ്ക്കാൻ പറ്റും. കേട്ടോ, എൻ്റെ കാര്യമാണ്, ഞാൻ വെക്കുന്ന കാര്യമാണ്. ഇത് വാടിയിട്ടില്ല എന്നോർത്ത് അധികം വാടുകയും വേണ്ട. ഏകദേശം വാടിയിട്ടുണ്ട്. ഇത്ര വാടിയും ഇങ്ങനെയല്ല, ഒരു പൊടിയും കൂടെ വാടണം. ആ പച്ച അങ്ങോട്ട് മാറിപ്പോണം. അന്നൊക്കെ അടുപ്പിലാണ് നമ്മൾ തീ കത്തിച്ചിട്ടാണ് വയ്ക്കുക. അപ്പോൾ അടുപ്പിൽ ചൂട്ടടുപ്പിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞടുപ്പുണ്ടാവും. ആ അടുപ്പിലേക്ക് ഇതങ്ങ് വെച്ചാൽ അവിടെ ഇരുന്ന് വറ്റി 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 ഇങ്ങനെ ആ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് ഇങ്ങനെ വേവും. വെന്ത് വറ്റി വരുമ്പോൾ ഉണ്ടല്ലോ, അത് വേറെ ടേസ്റ്റാണ്. ഇപ്പം അതിന് അടുപ്പൊന്നും ഇല്ലല്ലോ, വിറക് കത്തിക്കുന്നില്ലല്ലോ. വിറക് കത്തിക്കുന്ന അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമായിരിക്കും. എന്ത് രുചിയാണെന്നറിയാം അതിന്. ഇപ്പോൾ വിറകൊന്നും ഇല്ലാത്തതുകൊണ്ട്, വിറകടുപ്പില്ല, വിറകില്ല, ഗ്യാസിൽ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വയ്ക്കാൻ എളുപ്പം. നമുക്ക് ഈ സ്പൂണിൽ 1/2 സ്പൂണോളം മല്ലിപ്പൊടി ഇടാം. അത് മതി കേട്ടോ. അത് നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം. മുളക് പൊടി എന്ന് പറയുമ്പോൾ ഒരു 2 സ്പൂണ്, 1 സ്പൂണ്, 2 സ്പൂണ് നമുക്ക് നോക്കിയിട്ടിടാം. ഒന്ന് ഇളക്കി നോക്കാം, എന്നിട്ടിടാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ പൊടിയൊന്നും മെല്ലെ മൂക്കട്ടെ. ഇത്രയും മൂത്താൽ മതി. വാടിയതും മുളകിട്ടതും മൂത്തതും ഇതെല്ലാം കൂടെ ഇത് മതി. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കാം. പുളി നന്നായിട്ട് നമ്മൾ കൈയും കൊണ്ട് തന്നെ ഞെവടിയാലാണ് ഈ പുളീൻ്റെ സത്തെല്ലാം നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ഞെവടി എടുക്കണം. അപ്പോൾ ഇത് ഞെവടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം അത് മതി. നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഇടാം. ഇനി ഇതിവിടെ വറ്റി വരണം. നല്ലോണം ഇത് വറ്റി വരുമ്പോഴാണ് ഇഞ്ചിപ്പുളീൻ്റെ കളറും ടേസ്റ്റും എല്ലാം ഒന്നിച്ച് ചേരുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടോ, ആഹാ
ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഉണ്ടോ? അത്രയ്ക്ക് ടേസ്റ്റാണിത്. അപ്പം ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്. ഉപ്പ് എന്നൊക്കെ നമ്മൾ പറയുമ്പം ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്, അത് മതി. ഇനി ഇത് നല്ലോണം തിളച്ച് വറ്റി വരണം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പുളിയിഞ്ചി നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ, വറ്റി വരുന്നുണ്ട്. നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ടോ? ഇതിന് തിളച്ച് വറ്റി വരണം. വറ്റി തീരെ അങ്ങ് വറ്റിപ്പോണം. വെള്ളമെല്ലാം ജലാംശം എല്ലാം വറ്റണം. ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്.